നമസ്കാരം. നാം ശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമതായി, നാം ശ്വസിക്കുമ്പോൾ എപ്പോഴും മൂക്കിലൂടെ തന്നെ ശ്വസിക്കണം. വായിലൂടെ ആകരുത് ശ്വസിക്കുന്നത്. മൂക്കിന് മുകളിലുള്ള ഭാഗങ്ങളിൽ വായുവിൻ്റെ പലതരം ഫിൽട്രേഷൻസ് നടക്കുന്നുണ്ട്. വായിലൂടെ ആകുമ്പോൾ അതില്ലാതെയായിരിക്കും ഈ വായു നമ്മുടെ ശരീരത്തിലെത്തുക. അത് പല കേടുപാടുകളും വരുത്തുവാൻ ഉതകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മറ്റുമൊക്കെ വായിലൂടെ ശ്വസിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്ന വേളകളിൽ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. രണ്ടാമതായി, നാം ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളുവാനും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് അകത്തേക്ക് വലിയുവാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. നാം ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് പുറത്തേക്ക് വികസിക്കുകയും എക്സെയിൽ ചെയ്യുമ്പോൾ വയറ് ചുങ്ങുകയും അകത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ശ്വാസമെടുക്കൽ. മാത്രമല്ല, നമ്മുടെ ലങ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോധപൂർവം ഈ രീതിയിൽ ശ്വസിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ശരീരം അതുമായി പൊരുത്തപ്പെടുക. പിന്നീട് നമ്മുടെ ശ്വാസവും അതുപോലെ തന്നെ ശരീരം എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. മൂന്നാമതായി പറയാനുള്ളത്, ദ്രുതഗതിയിൽ ശ്വസിക്കരുത്, മന്ദഗതിയിൽ ശ്വസിക്കണം എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടെന്നാൽ ഒരുപാട് ദ്രുതഗതിയിൽ ശ്വസിക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളുടെ ശരീരത്തിൽ നിന്നും പോവുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ റീപ്ലേസ് ചെയ്യാനാണ് ഓക്സിജൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് കടക്കുന്ന ഓക്സിജൻ്റെ അളവും അതനുസരിച്ച് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ദ്രുതഗതിയിലല്ല, മന്ദഗതിയിൽ വേണം ശ്വാസം വിടുവാൻ. അതിനുവേണ്ടി നമ്മൾ ശ്വാസകോശ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബോക്സ് ബ്രീതിങ് ടെക്നിക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ ഉത്തമമാണ്. അതുപോലെ ശ്വാസം പിടിച്ചു വച്ചുള്ള ശ്വാസകോശ വ്യായാമങ്ങളാണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത്. ഇത്തരം വ്യായാമങ്ങൾ നമ്മൾ എന്നും ഒരു 5 മിനിറ്റ് വീതം ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ശരീരം അതുമായി പൊരുത്തപ്പെടുകയും പിന്നീട് ശ്വസിക്കുന്നത് ഈ രീതിയിൽ തന്നെ ആവുകയും ചെയ്യും. എനിക്ക് സ്വന്തമായ അനുഭവമുള്ളതാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു. നന്ദി. നമസ്കാരം.